അവസരത്തിൽ കൂടുതൽ കാലം സമിതിക്ക് വേണ്ടി പ്രവർത്തിക്കാം. അത് സ്വന്തം കുടുംബകാര്യങ്ങൾ വരെ മറന്ന് സമിതിയുടെ കൂടെ വെട്ടൂരിൻ്റെയൊക്കെ കൂടെ പ്രവർത്തിച്ച സുകുമാരൻ സാറ് നമ്മളെ വിട്ടുപോയിട്ട് 20 വർഷം. 2006 ജൂൺ മാസം ആദ്യം എനിക്ക് തോന്നുന്നു അന്ന് അവസാന ദിവസം സാറിനോടൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ജോണി. അതുകൊണ്ട് തന്നെ ആ സാറിനോടുള്ള അടുപ്പവും ഒക്കെ വെച്ച് അപ്പം നമ്മൾ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഓരോ നമ്മുടെ പ്രതിമാസ യോഗങ്ങളിൽ അപ്പോൾ യോഗം നടക്കുന്ന ആ മാസം സമിതിയിൽ സജീവമായിരുന്ന സമിതിയുടെ ഭാരവാഹിത്യം വഹിച്ചിരുന്ന ആളുകളെ അനുസ്മരിക്കുന്ന ഒരു കാര്യം കൂടി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഉള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെയൊരു പരിപാടി തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ അടുത്ത മാസം സുകുമാരൻ സാർ ജൂൺ ആദ്യമാണ് മരിക്കുന്നത്. അപ്പോൾ ജൂൺ മാസം വെക്കാം എന്നാലോചിച്ചപ്പോൾ ജൂൺ മാസത്തിൽ ജൂൺ 11-ാം തീയതി മഹാകവി പാലായുടെ ചരമവാർഷിക ദിനമായതുകൊണ്ട് ആ ദിവസം നമ്മൾ പാലാ പബ്ലിക് ലൈബ്രറിയുമായിട്ട് ചേർന്നാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് പരിപാടി നടക്കുന്നത്. അപ്പോൾ അത് അങ്ങനെയൊരു പരിപാടി ഉള്ളത് കൊണ്ട് സുകുമാരൻ സാറിൻ്റെ എന്താണ് മെയ് മാസത്തിലാവട്ടെ എന്ന് തീരുമാനിക്കുകയും ഇപ്പം ജോണി അന്ന് ഞാൻ ഓർക്കുന്നത് സുകുമാരൻ സാറും ജോണിയും ഒരാളോട് കൂടിയാണ് രാമകൃഷ്ണ സാറിൻ്റെ നമ്മുടെ സർക്കാർ സമിതി അന്നൊക്കെ സജീവമായിരുന്ന ആർക്കേപ്പിള രവി ഇവിടെ വീട്ടിൽ പിന്നെ തൊടുപുഴ പോയിട്ട് കാണാൻ പോയതാണ്. തിരിച്ചു വന്ന് തൊടുപുഴ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ആ അവസരത്തിൽ സാറിന് നെഞ്ചുവേദന തോന്നുകയും അവിടെ ഹോസ്പിറ്റലിൽ തന്നെ പോവുകയും അല്ലേ ലാസ്റ്റ് ദിവസം വരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ജോണി കാബോർ. അവർ തമ്മിൽ ഒരുപാട് എന്തെങ്കിലും ഒരുപാട് ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ സമിതിയിൽ വന്നതിന് ശേഷം വരുന്നതിന് മുമ്പ് സുകുമാരൻ സാർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് സുകുമാരൻ സാറ് മേവടയിലാണ് സാറിൻ്റെ വീട്. എനിക്കിത് വളർന്നതുമൊക്കെ മേവടയാണ്. ഇപ്പം സാറിൻ്റെ അടുത്ത ബന്ധു രാധാകൃഷ്ണൻ സാറിൻ്റെ വീട്ടിലുണ്ട്. ആ സുകുമാരൻ സാറിനോടുള്ള ആ താല്പര്യം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് പുള്ളി അല്ലെങ്കിൽ എല്ലാ മാസവും ഈ സർക്കാർ സമിതിക്ക് വരുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ സാറ് മേവടയിലാണ് സാറിൻ്റെ വീട് ഇരിക്കുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് കുര്യന്നൂരാണ്. കുര്യന്നൂർ ആശ്രമം ഗവൺമെൻറ് എക്സിക്യൂട്ടീവ് അധ്യാപകനായിരുന്നു. ലാസ്റ്റ് ഹെഡ്മാസ്റ്ററായിട്ട് പ്രൊമോഷൻ കിട്ടിയെങ്കിലും പോയില്ല. അപ്പോൾ സ്കൂള് കഴിഞ്ഞിട്ട് വെട്ടൂരിൻ്റെ വീട്ടിലോ അതിലിപ്പോൾ എവിടെ നമ്മുടെ ഡോക്ടർ കോനാട് വീടുണ്ട്. അവിടെയൊക്കെ രാത്രി ഒരു 9-9 വരെയൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നിട്ട് 10-10 ആകുമ്പോഴാണ് മേവിടെ വീട്ടിൽ ചെല്ലുന്നത്. ഇത് സർക്കാർ സമിതിയായിട്ടുള്ള പ്രവർത്തനം. പിന്നെ അന്ന് സാറിന് ഒരു ക്യാമറയുണ്ട്. എപ്പോഴും സാറിൻ്റെ കയ്യിൽ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഈ ക്യാമറ ഉണ്ടാവും. പിന്നെ സാറിൻ്റെ ഒരു ചിത്രം KN സുകുമാരൻ സാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമുണ്ട്. സ്ഥിരം ഒരു സഞ്ചി തോളിലുണ്ടാവും. അതുപോലെ അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൂട്ട് മുടി നീട്ടി ഒരു കളർ സിൽക്ക് രൂപ പോലത്തെ ഒരു വേഷവിധാനവുമായിട്ട് അതെനിക്ക് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആളിൻ്റെ ഫിഗർ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട് വരും. അപ്പം അങ്ങനെ ഒരു വേഷത്തിൽ പോലും ഭാവത്തിൽ നടപ്പിൽ പോലും സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിച്ച ആളായിരുന്നു സുകുമാരൻ സാർ. എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പ്രത്യേകത കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ആളുകളെ പെട്ടെന്ന് ഓർത്തിരിക്കുമല്ലോ. ഇപ്പം ജോണി എന്നും ഒക്കെ ഇട്ട് നടക്കുന്ന ആളാണ്. ഇപ്പം ജോണിയുടെ കാര്യം പെട്ടെന്ന് ആ ഫിഗർ നമ്മളെ മനസ്സിലോട് വരും. ചിലപ്പോൾ കണ്ണാടി ഇങ്ങനെ തൂക്കിയിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ സുകുമാരൻ സാർ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലോട്ട് ആ ചിത്രം മുടി പ്രസിദ്ധമായിരുന്നു. സുകുമാരൻ സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അടൂർ ഗോപാലകൃഷ്ണനാണെന്ന് കരുതി തെറ്റിദ്ധരിച്ച് ചെറുപ്പക്കാരായ പലരും പുള്ളിയുടെ അടുത്ത് വന്ന് സംസാരിച്ച അനുഭവം ഉണ്ടാക്കണം സാറ് തന്നെ പറയാറുണ്ട്. സാറിൻ്റെ ഈ ക്യാമറയുണ്ട്.
അപ്പൊ അന്നൊക്കെ നമ്മുടെ ഇന്നത്തെ പോലെ ഈ വിവാഹ ഫോട്ടോഗ്രാഫി ഒന്നും ഒരു പ്രൊഫഷണൽ ഒന്നും ആയിരുന്ന ഒരു കാലമാണ്. ഗുരുവിന് എവിടെ കല്യാണം ഉണ്ടെങ്കിലും ഉടനെ പറയും, ഓ അതിന് നമ്മുടെ സുകുമാരൻ സാറിനെ വിളിച്ചാൽ മതി എന്ന് പറയും. അത് സാറ് പൈസ മേടിക്കുകയില്ല, ഫോട്ടോ എല്ലാവരും എടുത്ത് ഫോട്ടോ കോപ്പിയൊക്കെ എടുത്ത് പ്രിൻ്റൊക്കെ എടുത്ത് ഒരു വീട്ടിൽ എത്തിച്ചു തരും. ക്യാമറ സാറിനൊരു ഈ ഫോട്ടോഗ്രാഫറേയും ഒരു ഹരമല്ല ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പെങ്ങളുടെ കല്യാണത്തിന് സുകുമാരൻ സാറാണ് ഫോട്ടോ എടുത്തത്. എന്നാൽ ഇന്നത്തെ പോലെ ഈ ലക്ഷങ്ങൾ മുടക്കിയുള്ള ഫോട്ടോഗ്രാഫിയും ഷൂട്ടിങ് പരിപാടികളൊന്നും ഇല്ലല്ലോ. അത് കുറേ കാലം ഈ ക്യാമറ സാറിൻ്റെയും ഉണ്ടായിരുന്നു. വില കൂടിയ ക്യാമറ അത് വേണ്ട. നമ്മുടെ സമിതിയുടെ സഹൃദയ എന്ന് പറയുന്ന 25ാം വർഷത്തിൻ്റെ ഭരണികയുടെ കവർ ചിത്രം, തകഴിയുടെ കവർ ചിത്രം കൂടി നമ്മൾ ഇറങ്ങിയത് അതെല്ലാം ഓർക്കുന്നുണ്ടാവും. അത് ആ തകഴിയുടെ ഫോട്ടോ എടുത്തത് സുകുമാരൻ സാറാണ്. ഇപ്പോൾ സുകുമാരൻ സാറിൻ്റെ അഭാവം എനിക്ക് മനസ്സിലായ വാസ്തവത്തിൽ നമ്മൾ 50ാം വാർഷികത്തിൻ്റെ സ്മരണിക ഇറക്കിയപ്പോൾ ഒരു കവർ ചിത്രത്തിന് വേണ്ടി അവസാനം നെറ്റിൽ പരതി ഒരു ചിത്രം എടുക്കേണ്ടി വന്ന ഒരു കാര്യം സത്യത്തിൽ ഓർക്കും. അത് നല്ല തകഴിയുടെ നല്ല മുറുക്കി ചുമപ്പിച്ചിരിക്കും. ഇവിടെ വന്നപ്പോൾ എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സർവ്വ സമിതി വന്നപ്പോൾ എടുത്ത തകഴിയുടെ ചിത്രത്തോടു കൂടിയാണ് നമ്മളത് ഇറക്കിയത്. ഇത് 2003 വെട്ടൂരിൻ്റെ മരണത്തിന് ശേഷം 2004 വെട്ടൂരിൻ്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാനായി നമ്മുടെ സർവ്വകലാശാല ഓഫീസുണ്ട്. ആ ഓഫീസിൽ കൂടിയ യോഗത്തിലാണ്. അപ്പോൾ അതുവരെ കാര്യദർശിയും ഉപകാര്യദർശിയും വൈസ് പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സുകുമാരൻ സാർ സമിതിയുടെ പ്രസിഡന്റായി. ഇത് 2024 സാറ് പ്രസിഡന്റായിട്ട് വരുന്നു. 2024 ആദ്യത്തെ സമ്മേളനമായിരുന്നു വെട്ടൂരിൻ്റെ 1ാം ചരമവാർഷിക അനുസ്മരണം. TC തോമസ് MP ഉദ്ഘാടനം ചെയ്തു. പിന്നെ കുര്യാസ് കുമ്പളത്തിൽ സാറ്, ഏറ്റുമാനൂർ സോമദാസൻ, പിന്നെ നമ്മുടെ MM ബഷീർ, കുമാരി സാറ്, ഞാനിപ്പോഴും ഓർക്കുന്നു. ഇത്രയും പേരായിരുന്നു ആ പരിപാടിയിൽ. അന്ന് ഈ മീറ്റിംഗ് നടത്തുന്ന കാര്യത്തിലൊക്കെ കുമാരി സാറിന് പ്രത്യേക ചിട്ടയും മറ്റങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ സാറാണെന്ന് പ്രസിഡന്റ്, സാറ് പ്രസിഡന്റ് എന്ന നിലയിൽ അധ്യക്ഷനാവണം എന്ന് പറഞ്ഞിട്ട് സാറ് സമ്മതിച്ചില്ല. അത് വേണ്ട, വെട്ടൂരായതുകൊണ്ടാണ് സ്ഥിരമായി അധ്യക്ഷനായിരുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ അന്നത്തെ മീറ്റിങ്ങിൽ ജോസഫ് കുരിക്കുന്നൻ സാറാണ് അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അത് കഴിഞ്ഞും അന്ന് സുകുമാരൻ സാറ് പ്രസിഡന്റായപ്പോൾ എന്നെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പോൾ എല്ലാ കാര്യത്തിലും സാറിന് ഒരു പ്രത്യേക ചിട്ടയുണ്ടായിരുന്നു. വാർഷിക യോഗത്തിൻ്റെ നോട്ടീസൊക്കെ ആണെങ്കിലും കൃത്യമായി കാണിച്ച് സാറിന് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 3 വർഷം മുമ്പോട്ട് പോയി അവസരത്തിലാണ് 2006 ഔദ്യോഗികമായിട്ട്. അതും സാറിന് സത്യം പറഞ്ഞാൽ ഈ പ്രമേഹമുണ്ടായിരുന്നു എന്നത് ഒഴിച്ചാൽ മറ്റ് പ്രമേഹം കൂടുതലായി കഴിഞ്ഞു. അത് മരുന്ന് സമയത്ത് ടെസ്റ്റ് ചെയ്യുകയോ മരുന്ന് കഴിക്കുകയോ ഒന്നും ചെയ്യുകയില്ല, ഇങ്ങനെ നടന്നു. അന്ന് അല്ലാതെ വേറെ കണ്ടു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് വേറെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വിചാരിതമായിട്ട് വളരെ പെട്ടെന്നാണ് സാറിൻ്റെ വേർപാട്. അതിനുശേഷം നമ്മൾ സാറിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു യുവ കവിതാ പുരസ്കാരം ഏർപ്പെടുത്തി. അത് ലാസ്റ്റ് നമ്മൾ സുവർണ്ണ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ലാസ്റ്റ് കിട്ടിയത് ആര്യ ഗോപിക്കാണ്. അനഘയ്ക്കും ആര്യാമ്പികയ്ക്കും ഒക്കെ ഈ അവാർഡ് നമ്മൾ സമ്മാനം കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മൾ വാർഷിക യോഗങ്ങൾ, പ്രത്യേകിച്ച് വാർഷിക യോഗമായിട്ട് നടത്താതെ വന്നപ്പോൾ അത് മുടങ്ങിപ്പോയി. ലാസ്റ്റ് ആര്യാഗോപിക്ക് കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ 2 വർഷമായിട്ട് വാർഷികം നടത്തിയില്ല. അപ്പോൾ ഇന്നിപ്പോൾ മംഗലശ്ശേരി ഒരു സജഷൻ എൻ്റെ അടുക്ക പറഞ്ഞു, നമുക്ക് ഓഗസ്റ്റ് മാസത്തിലാണ് വെട്ടൂരിൻ്റെ അനുസ്മരണം വരുന്നത്, ഓഗസ്റ്റിലെ 2ാം ശനിയാഴ്ച. അപ്പോൾ വെട്ടൂർ അനുസ്മരണത്തോടു കൂടി നമ്മുടെ 58ാം വാർഷികവും കൂടെ സംഘടിപ്പിക്കണം. അതോടൊപ്പം 3 വർഷം മുമ്പ് നടത്തിയതുപോലെ വെട്ടൂരിൻ്റെ പേരിലൊരു ഒറ്റക്കഥയ്ക്കുള്ള ഒരു പുരസ്കാരവും സുകുമാരൻ സാറിൻ്റെ കവിത അവാർഡിലൂടെ നടത്തണം എന്ന് മംഗലശ്ശേരി ഇപ്പോൾ ഒരു നിർദ്ദേശം വെച്ചു. അത് ഇന്നത്തെ നമ്മുടെ യോഗത്തിൽ തീരുമാനമാക്കണം. അതുപോലെ ഡാക്ടർ സാറ് വന്ന് പറഞ്ഞ ഒരു നിർദ്ദേശമുണ്ട്, നമ്മുടെ ഈ ഇതിലേക്ക് ഒരു പ്ലാൻ താമസിക്കുന്നതിനെ കുറിച്ച്
ആലോചിക്കണമെന്ന് പറഞ്ഞു. അതേക്കുറിച്ച് തീരുമാനമെടുക്കണം. അപ്പോൾ സുകുമാരൻ സാറിനെ ഇപ്പം ഇന്ന് അനുസ്മരണം ധോണി അനുസ്മരണം നടത്തിയതിനു ശേഷം ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് സാറിൻ്റെ ഓർമ്മകൾ നമുക്ക് പങ്കുവയ്ക്കാം. അതിനുശേഷം സ്വന്തം രചനകളും സമയത്തിനനുസരിച്ച് ആ രചനകളെ കുറിച്ചുള്ള ചർച്ചയും ആണ് നമ്മൾ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ സുകുമാരൻ സാറിനെ കുറിച്ച് വളരെ വൈകാരികമായ അല്ലെങ്കിൽ ആ രീതിയിൽ ജോണിക്ക് സംസാരിക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ശ്രീ ജോണിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.